വിശിഷ്ട അതിഥി ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, സിനിമാ മേഖലയിൽ നിറസാന്നിധ്യമായി മാറിയിരിക്കുന്ന സർവകലാ വല്ലഭനായിരിക്കുന്ന, അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികളിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് അവരുടെ ഈ സാന്നിധ്യം ഈ കൊച്ചു സ്കൂളിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദവും അനുഗ്രഹപ്രദവുമാണ്. ഞാൻ മുൻകാലങ്ങളിൽ പല സ്കൂൾ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും 107 ഒരു 100 വർഷം കഴിഞ്ഞ ഒരു സ്കൂൾ വാർഷികത്തിന് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിരുന്നത്. അത് മാത്രമാണ് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അദ്ദേഹം ചോദിക്കുകയുണ്ട്. സാധാരണ ഈ അച്ഛനമ്മമാര് മക്കളെ ഞാൻ പലപ്പോഴും എൻ്റെ ചുറ്റുപാട് കാണുന്ന ഒരു രീതിയിലായിരുന്നില്ല എൻ്റെ അച്ഛനും എൻ്റെ കൊണ്ടുവന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്നെ ഒരു മലയാള മീഡിയത്തിനാണ് പഠിപ്പിച്ചത്. കാരണം നമ്മുടെ ഏത് സ്കൂളാണോ വിടുന്ന അവിടെയാണല്ലോ. ഇപ്പോൾ മലയാളം ഇംഗ്ലീഷായാലും എനിക്കിപ്പോൾ ഒരു കുട്ടി ജനിച്ചു വന്നാൽ എനിക്ക് ഒരു പാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പാല് കൊടുക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുകയാണല്ലോ കുട്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ അച്ഛനൊരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ അച്ഛൻ ആ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ സമരമൊക്കെ ഉള്ള, വളരെ കഷ്ടപ്പെട്ട ഒരു കുന്നിന്റെ മുകളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്കൂളാണ് എന്നെ വിട്ടത്. അച്ഛൻ്റെ ഒരു തിയറി, ലേശമൊക്കെ കഷ്ടപ്പെട്ടു സാധാരണ മനുഷ്യന്മാരെയൊക്കെ കണ്ടൊക്കെ പോകുമ്പോൾ വന്നാൽ മതി. കാരണം കോഴിക്കോട് ടൗണിലാണ് താമസിക്കുന്നത്. പക്ഷെ എന്നെ വിട്ടിരുന്നത് ഗ്രാമത്തിലാണ്. നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. ഈ ഗ്രാമത്തിലുള്ള മനുഷ്യന്മാരെല്ലാം വളരെ കഷ്ടപ്പെട്ട് മക്കളെ വലിയ സ്കൂളിൽ വിടുമ്പോൾ ടൗൺ ഏരിയയിൽ ഉള്ള ഒരു ഗസറ്റഡ് റാങ്കിൽ ഒരു ജോലിയുള്ള ഒരു അച്ഛൻ മകനെ വിട്ടത് ഏറ്റവും ഉള്ളോട്ടാണ്, തിരിച്ചാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫംഗ്ഷന് പോയപ്പോ മറ്റുള്ള എഞ്ചിനീയേഴ്സ് അച്ഛനോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ സ്കൂളിലൊക്കെയാണോ വിടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു വലിയൊരു സ്കൂളിൽ വിട്ടുവെച്ചിട്ട് നമ്മളെ കുട്ടി ഭയങ്കര പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു മോശം സ്കൂളിൽ പോയി വിചാരിച്ചിട്ട് നമ്മളെ കുട്ടി മോശമാണെന്നില്ല. അത് നമ്മളെ കുട്ടികൾക്ക് അനുസരിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ഒരു സ്വർണ്ണാണോ അത് ഏത് കുപ്പയിലിട്ടാലും തുടങ്ങുന്ന അത് സ്വർണ്ണ ആവണം. നമ്മളെ മക്കൾക്ക് ഒരു ക്വാളിറ്റി വേണം. ഈ ക്വാളിറ്റി ഇല്ലാത്ത മക്കളെ ലോകത്തെ ഏത് സ്കൂളിൽ വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അച്ഛൻ ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ എങ്ങനെയാ വെച്ചാൽ, എല്ലാ മാസവും ഞങ്ങളെ യാത്രകൾക്ക് പോകും. അതായത് കേരളം വിട്ടാകും പോവുക, കേരളത്തിനുള്ളിൽ യാത്രയില്ല. അപ്പൊ ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പൊ കേരളം വിട്ട് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കാൻ പറ്റില്ല. അച്ഛൻ പറയും, എടാ ആളുകൾ നമ്മളെ പറ്റിക്കും, അതുകൊണ്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കണം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ള ഭാഷകളായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതിന്റെ ഒരു ഗുണവശം, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രസംഗ മത്സരം അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. എല്ലാ പരിപാടിയും പങ്കെടുക്കാൻ പറയാം. അച്ഛൻ ഒരു പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ്. കിട്ടിയോ കിട്ടുന്നൊന്നും നമ്മളതിന് വിഷയത്തിൽപ്പെടുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് പ്രസംഗ മത്സരവും ഹിന്ദി പ്രസംഗ മത്സരവും മലയാളം ഒക്കെ ആണെങ്കിൽ നമ്മൾ ചാടി കയറി നിൽക്കും. അതേപോലെ ഇംഗ്ലീഷ് കഥാരചന പറയുമ്പോൾ, പക്ഷെ ഒരു മലയാളം മീഡിയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു എനിക്ക്. കാരണം സാധാരണഗതിയിൽ കുട്ടികളായിട്ട് കോമ്പറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്. കാരണം ഞാൻ പ്രാക്ടിക്കലായി ചെയ്യുന്ന സാധനമാണ് അവിടെ വരുന്നത് കുറച്ചുകൂടി. പിന്നീട് ഞാൻ BA ഇംഗ്ലീഷ് ഹിന്ദിക്കൊക്കെ കഴിഞ്ഞത്. പക്ഷെ അവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും കുറച്ച് ബാക്കോട്ട് പോയി. കാരണം ബാക്കോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയം വന്ന കുട്ടികൾ ഡിഗ്രി ഇംഗ്ലീഷ് മീഡിയം എടുക്കുമ്പോൾ മലയാളം മീഡിയം പഠിച്ച ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ ഫ്ലോ കിട്ടി, ലേശം കൂടി കൂടിയിട്ടുണ്ട്. ടോട്ടലി ഞാൻ ഒപ്പിച്ചു. കുറെ ക്ലാസ് ഞങ്ങൾക്ക് കട്ടായി. കാരണം ഞാൻ സ്ഥിരം കേരളത്തിന് പുറത്ത് പോയപ്പോൾ സ്ഥിരമായി വെള്ളിയാഴ്ച തിങ്കളാഴ്ച എനിക്ക് പലപ്പോഴും ഒരു മാസം എനിക്ക് 2 ദിവസം ലീവ് വരും. അവിടെ അച്ഛൻ പറഞ്ഞ ക്ലാസ് മിസ്സാകുന്ന വലിയ പ്രശ്നമൊന്നുമല്ല. അവനോലെ കുറച്ച് വിവരം വേണം. ഇതിന് കുറെ സബ്ജക്ട്സ് പഠിച്ചു എന്നുള്ള വലിയ കാര്യമില്ല. ഒരു മനുഷ്യനെ 10 മനുഷ്യന്മാരൊക്കെ കണ്ടു പരിചയം വേണം എന്നൊക്കെ പറഞ്ഞു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് കുറെ അമേരിക്ക കണ്ടു, ബ്രിട്ടൻ കണ്ടു, ഓസ്ട്രേലിയ കണ്ടു എന്നല്ല, കുറച്ച് മനുഷ്യന്മാരെ കാണണം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. സപ്പോസ് അയാളുടെ വയസ്സ് 40 ആയിക്കോട്ടെ, അയാളുടെ വയസ്സ് 60 ആയിക്കോട്ടെ, അയാളുടെ വയസ്സ് 10 ആയിക്കോട്ടെ, ഇത്രയും കാലം അയാൾ ആർജിച്ച അയാളുടെ അറിവ്, അയാളുടെ വിവരം, ഇതൊക്കെ ആയിട്ടാണ് നിങ്ങൾ സംവേദിക്കുന്നത്. അപ്പൊ മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു ബന്ധം വേണം. അല്ലാതെ ഒരു കിടത്തി കിടക്കുന്ന തവളയായിട്ട് എൻ്റെ മക്കൾ ഉണ്ടാവരുത് എന്നാണ് അച്ഛൻ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പഞ്ചാബിൽ പോകണമെങ്കിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്താണ്,
ഇവരുടെ സംസ്കാരം എന്താണ്, ഇവരുടെ പൊളിറ്റിക്സ് എന്താണ്, ഇതിങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോയി കുറേ എപ്പോഴും. അപ്പൊ ഒരു സൈഡിൽ നമ്മുടെ ലാംഗ്വേജ് മെച്ചപ്പെട്ടു, ഒരു സൈഡിൽ നമുക്ക് ഇന്ത്യ എന്താണ് എന്നൊരു ഐഡിയ കിട്ടുകയാണ്. പിന്നെ കഴിയുന്നപ്പോൾ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ കാറുണ്ടെങ്കിലും ബസ്സിൽ തന്നെ പോയാൽ മതി. അപ്പൊ ബസ്സിൽ നിന്ന് പോകണമെങ്കിൽ കുറച്ച് ഇന്ത്യയൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ മതി. ഇതൊക്കെ തന്നെ നിന്റെ കൂടെയുള്ള കുട്ടികൾ ഇങ്ങനെയല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. ഇങ്ങനെ അപ്പൊ കുറച്ച് എത്തിക്സ് ആണ് എന്റെ കുട്ടിക്കാരെ ചോദിച്ചു പറയുന്നത്. എത്തിക്സ് ആണ് കുറച്ചുകൂടെ കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, +2-നൊക്കെ അല്ലെങ്കിൽ SLC ഉണ്ട്, 10ാം ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കും ആർക്കൊക്കെ എന്തൊക്കെ ആവണമെന്ന് ചോദിക്കും. അപ്പൊ കുട്ടികൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്ന് പറയാം. ഞാൻ പറഞ്ഞ എനിക്കൊരു നല്ല മനുഷ്യനാണോ, കാരണം എന്റെ അച്ഛൻ്റെ ഞാൻ സ്ഥിരം കേട്ടൊരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞ ഒരു തല്ലിപ്പൊളി സ്വഭാവമുള്ള ഒരുത്തല്ല. മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും കലക്ടറായാലും ഒരു കാര്യമില്ല, ഡോക്ടറായാലും ഒരു കാര്യമില്ല. ഈ സമൂഹത്തിൽ ഇവരെ കൊണ്ട് ഒരു ഗുണമുണ്ടോ? ഒരു നല്ല മനുഷ്യൻ MLA ആയിക്കോട്ടെ, നല്ല മനുഷ്യൻ മന്ത്രി ആയിക്കോട്ടെ, നല്ല മനുഷ്യൻ ഡോക്ടർ ആയിക്കോട്ടെ, നല്ല മനുഷ്യൻ കൂലിപ്പണിക്കാരനായിക്കോട്ടെ, അത് സമൂഹത്തിന് ഗുണമാണ്. ദാറ്റ് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താവും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എന്നെ പഠിച്ചത്. അപ്പൊ ഇത് ചെറുപ്പത്തിലേ കേൾക്കുകയും അതിനനുസരിച്ച് എന്നോട് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മറ്റൊരു കുട്ടിയേക്കാൾ മാർക്ക് മേടിക്കണം, തോറ്റു വരരുതെന്ന് മാത്രമേ പറഞ്ഞു. പക്ഷെ ഞാൻ നാഷണൽ സ്കോളർഷിപ്പ് പഠിച്ചിരുന്നത് വേറെ വിഷയം. ഒരിക്കലും പഠിക്ക് മറ്റോരെ പോലെ ആവണം, നമുക്ക് വലിയ ഒത്തു കിട്ടണം, ഇങ്ങനെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും എനിക്ക് തന്നിരുന്നില്ല. അപ്പൊ അതൊക്കെ തന്നെ ജീവിതം കുറെ കൂടി എൻജോയ് ചെയ്യാനും എന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ ഉപകരിച്ചു. രണ്ടാമത് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തെ നമ്മൾ എങ്ങനെ കാണണം? സന്തോഷ് പണ്ഡിറ്റ് +770 കോടി ജനങ്ങളും അവിടുത്തെ വൃക്ഷങ്ങളും മൃഗങ്ങളും ഇങ്ങനെ കാണണം. സന്തോഷ് പണ്ഡിറ്റ് ഒറ്റയ്ക്ക് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള മൊത്തം അങ്ങോട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് മറ്റൊരു ഭാഷ പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ 5 ലക്ഷമേ നീ അർഹിക്കുന്നുള്ളൂ എന്ന് മനസ്സിൽ വെക്കണം. 100 രൂപ കിട്ടിയാൽ 50 രൂപയെ സന്തോഷ് പണ്ഡിറ്റ് അർഹിക്കുന്നുള്ളൂ. 50 രൂപ നിനക്കല്ല, ഈ 770 കോടി ജനങ്ങൾ മൃഗങ്ങൾ വൃക്ഷങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് നീ അത് കൊടുത്തിരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്തൊരു വാക്കാതെ ഞാൻ മരിക്കുന്ന അന്ന് വരെയും എനിക്ക് എന്ത് കിട്ടിയാലും 50% ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്തുമായിരുന്നു. അപ്പൊ ഞാൻ രണ്ട് ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ഓർക്കാറില്ല. കാരണം സന്തോഷ് പണ്ഡിറ്റിന്റെ മാത്രം കാര്യത്തിനായി വിളിക്കരുത്, ഏതെങ്കിലും ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണം വിളിക്കണം. ഇതിന്റെ എല്ലാ കാര്യവും ഞാൻ 50-50 ആവശ്യം. അതേപോലെ നമ്മുടെ ഏറ്റവും വില പിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഈ രത്നവും സ്വർണവും ഒക്കെയാണ്, പൈസയൊക്കെയാണ്. പക്ഷെ എന്നെ പഠിപ്പിച്ചു രത്നവും പൈസയൊന്നുമല്ല, സമയമാണ് ഈ ലോകത്തെ ഏറ്റവും വില പിടിച്ച സാധനം. ഇത് എനിക്കത്ര ക്ലിയർ ആയില്ല, അതെങ്ങനെ സമയത്ര വലിയ സംഭവമാണ്. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇപ്പൊ സപ്പോസ് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വിചാരിച്ചു, ബൈ ചാൻസ് നമ്മൾ മുന്നപ്പെട്ടു. അപ്പൊ നമ്മൾ അയാളോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചു. അയാളെന്ത് പ്രശ്നമാണ്, ചിലപ്പോൾ അച്ഛൻ തന്നെ സീരിയൽ കാണാൻ സംഭവിക്കില്ല. ഇപ്പൊ പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം ചോദിച്ചാൽ നമുക്ക് തലർക്കം വരും. ഞങ്ങൾക്ക് ഭീകരമായ വിഷയമൊന്നുമല്ലോ. അപ്പൊ ഈ ഒരു വിഷയം നമ്മൾ അവിടെ ആ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് സാരമില്ല നന്നാവും എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷിച്ചു എന്ന് കരുതുക. അപ്പൊ എന്നോട് പറയുന്നത് നിങ്ങൾ ചെലവാക്കിയത് 5 മിനിറ്റാണ്, പക്ഷെ നിങ്ങൾ രക്ഷിച്ചത് ഒരു ജീവനാണ്. അപ്പൊ ആ 5 മിനിറ്റ് അല്ലെങ്കിൽ അവൻ ചാവാണ് ചത്തോട്ടെ, ഞാനൊരു അത്യാവശ്യം പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അതല്ല, പച്ചമരത്തിൽ റോഡ് ആക്സിഡന്റ് ആണ്, ഒരാളെ രക്തത്തെ കുറിച്ച് കിടക്കുന്നത്, നമ്മൾ വളരെ അത്യാവശ്യം പോകുന്ന കേസാണ്. പക്ഷെ നമ്മൾ ആ അത്യാവശ്യം മാറ്റി വെച്ച് കൃത്യമായി ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് മാത്രമേ ചിലപ്പോൾ ആ വ്യക്തി രക്ഷപ്പെടും. നമ്മൾ ചിലപ്പോൾ അവിടെ പോകുന്നു, വേറെ ആളെ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ആ സമയത്തിന്റെ ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തി മരിക്കാം. അവിടെ 5 മിനിറ്റ് ഞാൻ ലാഭിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതിനെ ഒരു വില പൈസ കൊണ്ട് അളക്കാൻ പറ്റില്ല, അതിനെ രക്തം കൊണ്ട് സ്വർണ്ണം കൊണ്ട് അളക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഏറ്റവും വില പിടിച്ച സമയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, സമൂഹ മാധ്യമങ്ങളിൽ എനിക്കിപ്പോൾ 10 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. എൻ്റെ ഫേസ്ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പരമാവധി ആളുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ ആ കാര്യം ഞാൻ ഓർക്കുന്നത്. കാരണം നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല അതിന് നമ്മളൊരു പോസ്റ്റിൽ ഒരു കമന്റ് ഇടുന്നത് ഞാൻ നോക്കാറുണ്ട്. ഞാൻ തന്നെ പലർക്കും കമന്റ് ഉണ്ട്, എനിക്ക് ഇന്നേ ഒരു സെലിബ്രിറ്റിയുടെ എനിക്കൊരു മറുപടി കിട്ടിയില്ല. ഞാൻ ആർക്കും ഈ സെലിബ്രിറ്റി കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് നോക്കിയാൽ പല തരത്തിലുള്ളതുകൊണ്ട് എനിക്കിട്ടോ. പക്ഷെ ഞാൻ ഒരു സമയം മാറ്റി വെക്കാറില്ല, ജസ്റ്റ് ബിക്കോസ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ സമയം നമ്മൾ മാറ്റി വെക്കണം എന്ന് പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പല മാതാപിതാക്കളും എത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ
കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നു, അതിനുള്ള സമ്മർദ്ദം അവർക്ക് കൊടുക്കുന്നു. പലപ്പോഴും നമുക്ക് നോക്കിയാലേ പറ്റും, അച്ഛനമ്മമാർ ഈ ലഹരിയിലേക്കൊക്കെ കുട്ടികൾ വഴുതി വീഴുന്നു. എത്രയോ ആത്മഹത്യ കേസൊക്കെ വരുന്നു, പ്രശ്നം കുട്ടി ആത്മഹത്യ ചെയ്തു, അതിന് ശ്രമിക്കുന്നു. ഇവിടെയൊക്കെയുള്ള ഒരു കാര്യം, നമ്മൾ വളരെ ടൈറ്റായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് മക്കൾക്ക് വാരിക്കൊരു പൈസ കൊടുക്കുന്നു, ആ പൈസ മക്കൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മക്കളുടെ കൂട്ടുകാരെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല, മൂല്യം പോലെ വിടുന്നു. അവസാനം കുട്ടികൾ ആത്മഹത്യയോ മറ്റുള്ള വഴിതെറ്റി പോകുമ്പോഴോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാകുമ്പോഴാണ് നമ്മൾ വിഷമറിയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളുടെ മാതാപിതാക്കൾ കുറച്ചുകൂടി നിങ്ങളിനി ഗൾഫിലായാലും പുറത്തായാലും എവിടെ ആയിക്കോട്ടെ, നമ്മുടെ മക്കളുടെ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കണം. മക്കളെ സമ്മർദ്ദത്തിലാക്കുന്നത് തന്നെ പറയും, മക്കളുടെ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അംഗീകാരങ്ങളും ആദരവുകളും ഒക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമർശനങ്ങളെ അതിജീവിച്ച ഒരാൾ കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഒരുപക്ഷെ പെട്ടെന്നൊരു അല്ലെങ്കിൽ വിമർശനം കേൾക്കുമ്പോൾ തളർന്നു പോകുന്നവരാണ് സാധാരണ മനുഷ്യരൊക്കെ. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ളൊരു പ്രത്യേക ടെക്നിക്ക് ഉണ്ടോ, അതിനെങ്ങനെയാണ് അതിനൊരു കരുത്ത് കിട്ടുന്നത്, അത് നിങ്ങൾ കൂടെ ഉപകാരമായി. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നതിൽ 24 മണിക്കൂർ നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, കൂടുതൽ വൈദിക പഠനം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഋഗ്വേദത്തിന്റെ ഐതിഹ്യോപനിഷത്തിൽ പറയുന്നുണ്ട്, പ്രജ്ഞാനം വേണം, അവബോധമാണ് വേണം, ഒരു മനുഷ്യൻ കോൺഷ്യസ് ആവണം. അപ്പൊ എനിക്ക് എന്ത് കാര്യവും കണ്ടതേ വിശ്വസിക്കുന്ന ഒരു വാശി എനിക്കുണ്ടായിരുന്നു. ഒരു കാര്യത്തെ എതിർക്കുകയാണെങ്കിൽ പഠിച്ചിട്ട് എതിർക്കും. ചെറുപ്പം മുതൽ എനിക്ക് എന്റെ സ്വഭാവം, കാരണം ഭയങ്കര സംശയം കുറച്ച് കൂടുതൽ. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ശരിക്കും ബുദ്ധിമുട്ടിയതാണ്. കാരണം സംശയങ്ങൾ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നു, ചോദ്യങ്ങൾ അന്വേഷണങ്ങളിലേക്ക് നയിക്കുന്നു, അന്വേഷണങ്ങൾ സത്യത്തിലേക്ക് നയിക്കുന്നത്. മറ്റൊരു ഭാഷ പറഞ്ഞാൽ സംശയങ്ങൾ സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അവിടെ എന്തിനൊരു സംശയമില്ല. അപ്പോ ഒരു മനുഷ്യൻ കോൺഷ്യസ് ആവണം. ഈ കോൺഷ്യസ് ആവാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കൈ ചിന്മുദ്ര പിടിക്കുക. ചെറുപ്പത്തിലെ യോഗ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, യോഗയും മെഡിറ്റേഷൻ. അപ്പോൾ ഈ കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിച്ച് ക്ലാസ്സിൽ ഇരിക്കും കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ക്ലാസ്സിൽ നിന്നല്ല, ഒരു രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഈ കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിക്കുമ്പോൾ നമുക്ക് കോൺഷ്യസ് ലെവൽ കിട്ടും. അതായത് ഒരാൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണോ, ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞ അയാൾ പറയുന്ന പകുതിയെ നമ്മൾ കേൾക്കുന്നു, അയാൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ. അത് സത്യം പറഞ്ഞ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കൂട്ടുകാരനും ആരും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നേരത്തെ എന്താ പറഞ്ഞത്, എന്നാൽ പറഞ്ഞു എപ്പോ ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയും. അവൻ കൃത്യമായി പറയുന്നു, നമ്മൾ കേൾക്കില്ല. അപ്പൊ ഇതിന്റെ കാര്യം കോൺഷ്യസ്നെസ് കൂടി കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ എടുക്കുന്ന പാഠ്യഭാഗങ്ങൾ സാധാരണഗതിയിൽ 2 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു ദിവസം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഈ ചിന്മുദ്ര പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാനൊരു 8 9 പഠിക്കുമ്പോഴാണ് ടോട്ടൽ ലൈഫിൽ പിന്നീട് എനിക്ക് അത്രയും സമയം വേണ്ടി വന്നില്ല, പകുതിയെ വേണ്ടി വന്നുള്ളൂ. ജസ്റ്റ് ബിക്കോസ് ടീച്ചർ പറയുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയം സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ യോഗ അല്ലെങ്കിൽ ഈ ചിന്മുദ്ര കൂടുതലായി പിടിച്ചപ്പോൾ ഒരു മെന്റൽ പവർ വിമർശനങ്ങളാണ്. വിമർശനങ്ങളെ നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എങ്ങനെ നശിക്കണം എന്ന് കരുതിയിട്ടുള്ള വിമർശനത്തെയാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം. എക്സാമ്പിൾ, ഒരാളിപ്പോൾ നന്നായിട്ട് മദ്യപിക്കുന്നു എന്ന് കരുതിക്കും. അപ്പൊ നമ്മൾ പറയാം, അല്ല ഭയ വെറുതെ ആ പൈസ കൂടാതെ ഭാര്യയ്ക്ക് മക്കൾക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഉപദേശിച്ചിട്ടു. ഇതിനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പറയാം. അവൻ നന്നാവണമെന്ന് കരുതിയിട്ടുള്ള ഒരു വിമർശനമാണ്. ഇനി ഒരുത്തൻ മദ്യപിക്കുന്നൊന്നുമില്ല, അപ്പൊ ഇവന്റെ ഒരു കൂട്ടുകാരൻ നന്നായി മദ്യപിക്കുന്ന ഒരു മനുഷ്യനാട്ടോ, പറയാ മദ്യം കഴിക്കാത്തവരൊക്കെ ഒരു ആണാണോ, മദ്യം കഴിക്കുന്നൊക്കെ ഒരു ജീവിതത്തിൽ ഒരു രസം വേണ്ടേ എന്ന് പറയുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഇവൻ നന്നായി വരുന്നത് ഇവൻ എങ്ങനെയെങ്കിലും നശിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഉപദേശം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഒരു ഉപദേശത്തിന്റെ സ്റ്റൈലാണ്, ഇവൻ നന്നാവണമെന്നുള്ള ഒരു രീതി അതിൽ വരുന്നത്. ഇത്തരം ഉപദേശങ്ങളെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അഥവാ ഒരാളെ നശിപ്പിക്കുവാനുള്ള ഉപദേശം, വിമർശനം എന്നാണ് പറയുന്നത്. ഇതുപോലെ ഫിലിം ഫീൽഡിൽ വന്ന സമയത്ത് വിമർശനങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെ കണ്ടിരിക്കുന്നത് ഏത് തരം വിമർശനമാണ്. ഒരു വിഭാഗം മിമിക്രിക്കാർ പറയുന്നു അന്തരീക്ഷത്തിന് സിനിമ എടുക്കാൻ പാടില്ല, പുതുമുഖർക്ക് അവസരം കൊടുക്കാൻ പാടില്ല, അത് അന്തരീക്ഷമാണെങ്കിൽ അതിൽ ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അത് ജുറാസിക് പാർക്ക് പോലെ വേണം, ബാഹുബലി പോലെ വേണം എന്നൊക്കെ പറയും. ഇത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഒരാളെ നശിക്കണം എന്നുള്ള വിമർശനമാണ്. അല്ലാതെ കാരണം ഒരു അന്തരീക്ഷത്തിന് സിനിമ എടുക്കുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും എത്രമാത്രം പുതിയ ആളുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് 22 കോടിയുടെ സിനിമയുമായിട്ട് കമ്പയർ
ചെയ്യാൻ പറ്റുക. അവർ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ടും എല്ലാ കാര്യത്തിലും ഒരു അഗ്രഗണ്യനായിട്ടുള്ള ആളുകളെ വെച്ചിട്ടും ബോളിവുഡ് ലെവലിൽ അവർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അവഗാഹം ഇല്ലാത്തൊരു മനുഷ്യൻ അയാളുടെ കഴിവിനനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അയാളെ സിനിമയെ വലിയ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. സോ ഞാൻ നോക്കുന്നത് ആ ക്രിറ്റിസിസത്തിന്റെ ലെവലാണ് ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ലെവൽ എന്താണെന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞാൻ പല വിമർശനങ്ങളും ഒരു ചെവി കൊണ്ട് കേട്ട് അതിനെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ സീരിയസ് ആവാറില്ല. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു പാട്ട് മ്യൂസിക് ചെയ്യുന്നു, അപ്പോൾ ഈ ഇളയരാജാൻ വന്നിട്ട് പറയാണ് സന്തോഷം അതുണ്ടല്ലോ ആ മ്യൂസിക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവുമെന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. അപ്പൊ പ്രൂവ് ചെയ്ത ഒരു വ്യക്തി അത് കാര്യത്തിൽ വിവരം ഉണ്ടാവുകയും ആ കാര്യത്തിൽ പ്രൂവ് ചെയ്ത ഒരു വ്യക്തി ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആവും. ഇത് തലയും വാലുമില്ലാത്തവർ വെറുതെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഞാൻ പറയുന്നത് ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു മിമിക്രിക്കാരൻ പറഞ്ഞു 5 ലക്ഷത്തിന് പടമല്ലേ ആർക്കും കൊടുക്കാം, 5 ലക്ഷത്തിന് പടം എടുത്ത് ഹിറ്റാക്കുന്നതിന്റെ കാര്യം തന്നെയല്ലോ. ഞങ്ങൾ കുറെ പറഞ്ഞിട്ടോ ഒരു രക്ഷയില്ല. അച്ഛൻ ഞാൻ പറഞ്ഞാൽ നീ ഒറ്റ കമ്പനി വന്ന് നോക്കൂട്ടെ, നീ 5 മിനിറ്റിന്റെ ഡോക്യുമെന്ററി എടുക്കും സിനിമ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ വളരെ രീതിയിൽ പറയാണ് ഇയാളെ സിനിമയിലൊക്കെ കുറെ ഇംഗ്ലീഷ് പാട്ടുണ്ട്, ഓ അതൊക്കെ ആർക്കും എഴുതാം. ഞാൻ ചോദിച്ചു ചേട്ടൻ ഇതുവരെ വല്ല മലയാള പാട്ട് എഴുതിക്കുന്നു, ഇംഗ്ലീഷിൽ കിടക്കട്ടെ. ഇങ്ങനത്തെ ഉപദേശങ്ങളും ഇത്തരം വിമർശനങ്ങൾക്കും ആളുകൾ അവസാനം ഞാൻ ഈ 5 മിനിറ്റിന്റെ ഡോക്യുമെന്ററി എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ 12 കൊല്ലമായിട്ട് ഇവരെ ഒരു ഡോക്യുമെന്ററി പുറത്താക്കിയിട്ടില്ല. അതും കൂടെ നോക്കണം. ഉടൻ എന്റെ അടുത്തിരിക്കുമ്പോൾ പറയാണ് സന്തോഷ് സാറേ ഇവരത് ചെയ്യില്ല, കാരണം ഇവരെ കമ്പ്യൂട്ടർ ഓൺ ഓഫ് ആക്കാൻ അറിയില്ല. ഈ കമ്പ്യൂട്ടർ ഓൺ ഓഫ് ആക്കാൻ പോലും അറിയാത്തത് വളരെ ആധികാരികമായി ഞാൻ മലയാള പാട്ട് പോലും എഴുതാൻ പറ്റാത്തവർ പറയുകയാണ് ഇംഗ്ലീഷ് പാട്ട് ആർക്കും എഴുതാൻ. അപ്പൊ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? നമ്മുടെ മുകളിലുള്ള ആളുകളാണ് ശരിക്കും അഭിപ്രായം പറയേണ്ടത്. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ കൂടി ചോദിക്കും, അല്ല നമ്മളൊക്കെ പല കാര്യങ്ങളും അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ശരിക്കും പഠിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നറിയോ? എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പറയാം. ഇപ്പൊ ഒരാൾ നല്ലൊരു ഗായകൻ ഒരു പാട്ട് പാടി, പക്ഷെ നിങ്ങൾക്ക് അതിൽ പറയാൻ നിങ്ങൾ എങ്ങനെ പറഞ്ഞറിയോ? എനിക്ക് തോന്നുന്നു ആ പാട്ട് കുറച്ചുകൂടെ എങ്ങനെ ചെയ്താൽ നന്നാവും. ഇതാണ് അതിന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഒരു സിനിമ നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഇഷ്ടമായി കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ ട്രാക്കിലേക്ക് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ എനിക്കിങ്ങനെ പണ്ടെടുക്കാം ഞാൻ വെടിവെച്ച് കൊല്ലും, ഞങ്ങൾ മലയാള സിനിമ കുടുംബ സിനിമയാണ്, ഞങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യൻ പീനൽ കോഡിൽ എവിടെയും പറയുന്നുണ്ടോ ആദ്യമായിട്ട് വളർക്കാൻ പാടില്ല, നിങ്ങൾക്ക് അവസരം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. അവിടെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉള്ള ആളുകൾ ശരിക്കും എങ്ങനെ പറയാം, ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ വ്യക്തമാണ്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്ക് അത്രയ്ക്കുള്ള വിവരം അയാളുടെ ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വിവരം നമുക്കില്ല. അതുകൊണ്ട് ഒരാൾ വിമർശിക്കുന്നത് തന്നെ പറയുന്നത് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ലെവലിൽ നിന്ന് പറയണം. നമ്മൾ അയാളുടെ മുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടും. കാരണം 5 ലക്ഷത്തിന് ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാൻ 4 ചെയ്തു 12 കൊല്ലം കുറിച്ചും ചെയ്തു. അപ്പൊ സന്തോഷപ്പെട്ടിട്ട് പറഞ്ഞാണ് ശരി. ഇങ്ങനെയാണ് സന്തോഷപ്പെടുകയും ചെയ്യും.